നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മലീമസമായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് എം മണിയാണ്. ഇത്രയും വൃത്തികെട്ട വാചകങ്ങൾ പറയുന്ന, മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന മറ്റേതൊരു നേതാവും എം മണിക്ക് താഴെയും നിൽക്കും. പലപ്പോഴും അയാൾ സ്ത്രീകളെ പോലും ഇത്തരത്തിൽ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇയാളെ അന്തം കമ്മികൾ ന്യായീകരിക്കുന്നത് പച്ചയായ മനുഷ്യൻ്റെ പച്ചയായ പ്രതികരണങ്ങൾ എന്നായിരുന്നു. അന്ന് തന്നെ ചെവിക്കുറ്റിക്ക് ആരെങ്കിലും ഒരെണ്ണം കൊടുത്തിരുന്നെങ്കിൽ പിന്നീടെങ്കിലും ഇയാൾ ഒരുപക്ഷെ നന്നാകുമായിരുന്നു. പക്ഷേ ഇയാളുടെ ഈ വെല്ലുവിളി ഇപ്പോഴും അവസാനിക്കുന്നില്ല. മുമ്പ് ഒരു വിവാദ പ്രസംഗം നടത്തിയിരുന്നു, 1, 2, 3 വിവാദ പ്രസംഗം. അതിനുശേഷം 1-2 ദിവസം ഇയാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. പച്ച മനുഷ്യരെ കൊന്നു കുഴിച്ചുമൂടി അതിൽ ഉപ്പ് വിതറി അവരെ ഇല്ലാതാക്കിയിട്ട് വർഷങ്ങൾക്കു ശേഷം വലിയ ആളായി വന്നു നിന്ന് പ്രസംഗിക്കുന്ന ബിരുദനാണ് ഈ എം മണി. ഇയാൾക്കൊക്കെ എത്രത്തോളം മനുഷ്യത്വമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇയാളൊക്കെ മന്ത്രിയായി ആ മന്ത്രിയുടെ കീഴിൽ നമുക്കൊക്കെ ജീവിക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെ ഏറ്റവും നാണം കെടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എം മണിയുടെ ഈ വൃത്തികെട്ട നാവിൽ നിന്ന് ഉതിർന്നു വരുന്ന വാക്കുകൾ ഇത് ആദ്യമായി അല്ല. അത് നിരവധി തവണ അയാൾ ഇത്തരത്തിൽ പല മോശപ്പെട്ട പദപ്രയോഗങ്ങളും വെല്ലുവിളികളും ഒക്കെ വായിലൂടെ വിസർജിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഭിമന്യു മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനായിരുന്നു, പിന്നീട് കൊല്ലപ്പെട്ടു. ഈ അഭിമന്യുവിൻ്റെ അനുസ്മരണ യോഗം നടക്കുകയായിരുന്നു അയാളുടെ ജന്മദേശമായ വട്ടവടയിൽ ഇന്നലെ. അവിടെ ഉദ്ഘാടനത്തിനോ മറ്റോ അവിടെ ഈ എം മണി എത്തുന്നു. എം മണിയുടെ വിവാദ പ്രസംഗം ഇന്നലെയും അവിടെ അരങ്ങേറി. അതായത് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ മഹാരാജാസ് കോളേജ് എറണാകുളത്തായിപ്പോയി, അത് ഇടുക്കിയിലായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി എന്നൊക്കെയാണ് ഈ എം മണി ഇന്നലെ അവിടെ പ്രസംഗിച്ചത്. ഉന്നത വിദ്യാഭ്യാസത്തിന് പോയ അഭിമന്യുവിനെ നിഷ്ഠൂരമായി കൊന്നു. രക്തസാക്ഷികളായവരെ കൊലപ്പെടുത്തിയവരെ നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. അടിക്കേണ്ടവരെ അടിച്ചിട്ടുണ്ട്, കൈകാര്യം ചെയ്യേണ്ടവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അഭിമന്യു കൊല്ലപ്പെട്ടത് എറണാകുളം മഹാരാജാസിലായിപ്പോയി. അല്ലെങ്കിൽ അവരെ വെച്ചുപോർപ്പിക്കുന്ന പ്രശ്നമില്ലായിരുന്നു, അത് ഉറപ്പാ. എന്നാൽ ഇത് നമ്മൾ വിടുന്നില്ല. ഇക്കാര്യം നമ്മുടെ അക്കൗണ്ടിലിരിക്കട്ടെ, കേസൊക്കെ ഉണ്ടല്ലോ എന്നാണ് ഇന്നലെ ഈ മണി പറഞ്ഞത്. ഇടുക്കിയിലൊക്കെ ഗുണ്ടായിസം കാണിച്ചാണ് ഈ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായ CB വർഗീസും ഈ എം മണിയും ഒക്കെ പിടിച്ചു നിൽക്കുന്നത്. ഇയാളൊക്കെയാണ് നമ്മുടെ നികുതിപ്പണം പറ്റിക്കൊണ്ട് ഇവിടെ മന്ത്രിമാരായി വിലസിയത് എന്ന് ഓർക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, ഈ എത്രത്തോളം അധപതിച്ച ഒരു പഴകിപ്പിഞ്ചിയ ഒരു തത്വശാസ്ത്രമാണ് ഈ കമ്മ്യൂണിസം എന്ന്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലും നേതാക്കളുണ്ട്. അവരാരും ഇത്തരത്തിലുള്ള വർഗീയ പരമായിട്ടുള്ള പ്രസംഗമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഭീഷണി പ്രസംഗങ്ങളോ ഒന്നും നടത്തുന്നില്ല. അങ്ങനെ എന്തെങ്കിലും അവരുടെ വായിൽ നിന്ന് വീണാൽ തന്നെ അത് വളരെ അപൂർവമായിട്ടാണ്. ഇത്രയും രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള യാതൊരു പ്രതികരണവും അവർ പരസ്യമായി നടത്താറില്ല. പക്ഷേ ഈ എം മണി അങ്ങനെയല്ല. എം മണി മാത്രമല്ല, ഈ CPM നേതാക്കളൊക്കെ കൂടുതൽ പേരും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസം എന്ന ഈ പ്രസ്ഥാനത്തെ, ഈ CPM എന്ന പ്രസ്ഥാനത്തെ വളരെ രൂക്ഷമായി വിമർശിക്കുന്നത്. കാരണം ഇതിൻ്റെ അപകടം നമ്മൾ മലയാളികൾ മനസ്സിലാക്കണം. രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും 33 കൊല്ലം ഭരിച്ച പശ്ചിമ ബംഗാളിൽ നിന്ന് പോലും അവിടുത്തെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയ വൃത്തികെട്ട ഒരു പഴകിയ ഒരു മാലിന്യം മാത്രമാണ് കമ്മ്യൂണിസം, CPM. ആ CPMനെ ഇപ്പോൾ ചുമക്കുന്നത് നമ്മൾ മാത്രമായിരുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കിത് മനസ്സിലായി, എന്താണ് കമ്മ്യൂണിസം എന്ന്, എന്താണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവരെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയത്. പക്ഷേ ഇപ്പോഴും ഇവർ ഈ നാട്ടിൽ അശാന്തി വിതറിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ വിഷയങ്ങളുടെ പേരിൽ ഇവർ സമരം നടത്തുന്നു, പ്രതിഷേധങ്ങൾ എന്ന പേരിൽ അക്രമം നടത്തുന്നു, ബ്ലേഡ് കൊണ്ടുവന്ന് പോലീസുകാരെ ആക്രമിക്കുന്നു. ഇവിടെ തിരുവനന്തപുരം നഗരസഭ അത് 6 മാസങ്ങളായി വളരെ സുഗമമായി അവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സഞ്ചയന പന്തലും കെട്ടി കുറേ എണ്ണം രാവിലെ വന്നിരുന്ന് അലറി വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഇതൊന്ന് കാണണം. ഈ എം മണിയെ പോലെയുള്ളവരെ ആദ്യം തന്നെ കേരളത്തിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ, ഇയാൾ പറയുന്നത് പാർട്ടിക്കെതിരെ ശബ്ദിച്ചവരെ, പാർട്ടിയുടെ രക്തസാക്ഷികളെ ഉണ്ടാക്കിയവരെ ഒക്കെ കൈകാര്യം ചെയ്യുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളെ കൈകാര്യം ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത്തരത്തിൽ വിടുവായത്തം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവരെയും പൊതുജനങ്ങൾ കൈകാര്യം ചെയ്താലും യാതൊരു പ്രശ്നവുമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇനിയെങ്കിലും ഈ പറയുന്ന വൃത്തികെട്ട CPMകാർ മനസ്സിലാക്കണം. സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കളെയോ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ കിരാത ഭരണത്തെയോ വിമർശിക്കുമ്പോൾ അവരെ വന്ന് അമ്മയ്ക്ക് വിളിച്ചിട്ട് കാര്യമില്ല. പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് വന്ന് നിന്ന് ഈ സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ നമ്മളെ അധിക്ഷേപിക്കുന്നത്. ആ പ്രൊഫൈൽ ചിത്രം വല്ല പൂവിൻ്റെയോ പൂമ്പാറ്റയുടെയോ പുഴുവിൻ്റെയോ പിണറായി വിജയൻ്റെയോ ചെങ്കോണകത്തിൻ്റെയോ ഒക്കെ ആയിരിക്കും. ഇത് പൂട്ടി വെച്ചിട്ടാണ് നമ്മളൊരു അഭിപ്രായം പറയാൻ പോലും സമ്മതിക്കാതെ ഇത്തരത്തിൽ വന്ന് നമ്മളെ നികൃഷ്ടമായ രീതിയിൽ സമൂഹ മാധ്യമത്തിൽ തെറി വിളിക്കുന്നത്.
അപ്പോൾ അത്തരക്കാരാണ് ഈ CPM-കാർ. ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഒന്നാണ്. അതായത് പോളിയോ പോലെ, കുഷ്ഠരോഗം പോലെ, വസൂരി പോലെ, മാലിന്യം പോലെ നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഒന്നാണ് CPM. അത് ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെയുള്ള ഈ MM മണിയെയൊക്കെ ചുമക്കേണ്ടി വന്ന കേരളത്തിലെ പൊതുസമൂഹത്തിനോട് സഹതപിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.